നമസ്കാരം, എല്ലാവരും ഓക്കെ അല്ലേ? ഇന്ന് പറയാൻ പോകുന്ന കഥ ഹൈ പൊട്ടൻഷ്യൽ എപ്പിസോഡ് 4. അപ്പോൾ ആരംഭിക്കലങ്ങളാ. എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു കാട്ടുപ്രദേശം പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു കാറ് പോകുന്നത് കാണിച്ചുകൊണ്ടാണ്. സമയം രാത്രി. അതിനുശേഷം ആ കാർ ഒരു സ്ഥലത്ത് നിർത്തി അതിലുണ്ടായിരുന്ന ആൾ ഇറങ്ങി വന്നിട്ട് കാറിന്റെ ട്രങ്ക് തുറക്കുന്നു. അപ്പോൾ അതിനകത്ത് 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. അവർ അയാളെ പേടിച്ച് വിറച്ച് നോക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നു. അവിടുന്ന് കാണിക്കുന്നത് മോർഗനെയാണ്. അവൾ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അവൾക്ക് ഉറക്കം വരുന്നില്ല. അങ്ങനെ രാവിലെയായി. അവൾ റെഡിയായി ഓഫീസിലേക്ക് എത്തുന്നു. ഡാഫ്നി അവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. മോർഗൻ അവൾക്ക് ഗുഡ് മോർണിംഗ് പറയുന്നു. ഇന്ന് നല്ല മൂഡിലാണല്ലോ, എന്ത് പറ്റിയെന്ന് ഡാഫ്നി ചോദിച്ചപ്പോൾ മോർഗൻ ഇനി ഏതാനും നിമിഷങ്ങൾക്കകം HR വന്നിട്ട് എനിക്ക് എന്റെ ബാഡ്ജ് തരും എന്ന് പറയുന്നു. അപ്പോൾ അവൾക്ക് പോലീസ് ബാഡ്ജ് കിട്ടുന്നതിന്റെ സന്തോഷത്തിലാണ് ഉറക്കം വരാതെ അവൾ തിരിഞ്ഞും മറിഞ്ഞും കിടന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് കാരഡക്കും ഓസും ചീഫും വരുന്നു. പുറകെ HR ഒരു പേപ്പർ അവളുടെ കയ്യിൽ കൊടുത്തിട്ട് അത് സൈൻ ചെയ്യാൻ പറയുന്നു. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. പക്ഷേ അവൾ അത് വായിച്ചു നോക്കിയിട്ട് സൈൻ ചെയ്യാതെ അവളുടെ ബാഡ്ജ് മേടിച്ചുകൊണ്ട് പോകുന്നു. അത് ശരിക്കും ID കാർഡാണ്. ബാഡ്ജ് എന്ന് പറഞ്ഞാൽ വേറെ ഉണ്ട്. കാരഡക്കിന്റെ ബെൽറ്റിൽ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അതാണ് ശരിക്കും ബാഡ്ജ്. എന്നിട്ട് ബാത്റൂമിലെത്തി ആ ID കാർഡ് ഇട്ട് അവിടുത്തെ കണ്ണാടിയിൽ നോക്കി ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് കയറി വരുന്നു. അവളുടെ പേര് മിയ. അപ്പൊ അത് കണ്ട് എന്താ പറ്റിയതെന്ന് മോർഗൻ ചോദിച്ചപ്പോൾ അവളുടെ 2 പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറയുന്നു. ആ കുട്ടികളെയാണ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാറിന്റെ ട്രങ്കിനുള്ളിൽ കാണിച്ചത്. കുട്ടികൾ ഇന്നലെ അവരുടെ അച്ഛന്റെ ഒപ്പം ആയിരുന്നു. തിരിച്ച് മിയയുടെ അടുത്ത് എത്തിക്കേണ്ടതായിരുന്നു, പക്ഷെ എത്തിയില്ല. അവൾ വിളിച്ചു നോക്കി, മെസ്സേജ് അയച്ചു നോക്കി, പക്ഷെ അവരെ കിട്ടിയില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിരിക്കുമെന്ന് സംശയം തോന്നി അവൾ പരാതി കൊടുക്കാൻ വന്നതാണ് ഇങ്ങോട്ട്. അവളുടെ അച്ഛൻ പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഡിറ്റക്റ്റീവ്സിനെ കണ്ട് സംസാരിക്കുന്നതിന് മുമ്പ് അവളുടെ സങ്കടം ഒന്ന് കരഞ്ഞു തീർക്കാനായിട്ട് കയറിയതാണ് ബാത്റൂമിൽ. നിന്റെ കുട്ടികൾ എവിടെയാണെങ്കിലും നമ്മൾ അവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് മോർഗൻ അവളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് മിയയുടെ അച്ഛൻ എത്തുന്നു. അയാളുടെ പേര് ആഷ്ഫോർഡ്. അവളും അച്ഛനും കൂടി എന്താണ് നടന്നതെന്ന് വിവരിക്കുന്നു. മിയയും ഭർത്താവ് വെൻഡലും ഡിവോഴ്സ് ഫയൽ ചെയ്തിരിക്കുകയാണ്. മിയ ഇപ്പോൾ അവളുടെ അച്ഛന്റെ ഒപ്പമാണ്. വെൻഡൽ ഇന്നലെ കുട്ടികൾ അവന്റെ ഒപ്പം കൊണ്ടുപോയി. അപ്പൊ മിയയുടെ അച്ഛൻ ആഷ്ഫോർഡ് പെട്ടെന്ന് ഡിവോഴ്സ് കഴിയുന്നവരെ നീ കുട്ടികളെ കൊടുത്തു വിടുകയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്റെ കുട്ടികളുടെ അച്ഛനാണ്, അവരെ കൊണ്ടുപോകാനുള്ള അവകാശം അവനുണ്ട് എന്ന് മിയ പറയുന്നു. അപ്പൊ ചീഫ് ഡിവോഴ്സിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ വെൻഡൽ കുറെ നാളായിട്ട് പ്രകൃതി സംരക്ഷണത്തിനെ കുറിച്ചൊക്കെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. പ്രകൃതിയെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതായത് ആഗോളതാപനം, കാട് വെട്ടി നശിപ്പിക്കൽ. അപ്പൊ പെട്ടെന്ന് മോർഗൻ ഇടയിൽ കയറി ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, സമുദ്ര മലിനീകരണം, ഇതൊക്കെയല്ലേ എന്ന് ചോദിച്ചപ്പോൾ അത് എന്ന് മിയ പറയുന്നു. അപ്പൊ ആഷ്ഫോർഡ് അവനൊരു വല്ലാത്ത പ്രകൃതി സ്നേഹിയായി മാറിയിരുന്നു. മക്കളായ എല്ലിയോടും പേജിനോടും ഇവിടെയുള്ള ഭക്ഷണവും വെള്ളവും എല്ലാം വിഷമയമാണെന്നൊക്കെയാണ് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. അവന് കുടുംബം നോക്കുന്നതിലും ഇഷ്ടം പച്ചക്കറിത്തോട്ടം നോക്കുന്നതിലായിരുന്നു എന്ന് അയാൾ പറയുന്നു. അപ്പൊ മിയ, എനിക്കും വെൻഡലിനും ഒരു ഓൺലൈൻ ബിസിനസ് ഉണ്ടായിരുന്നു, പക്ഷേ അതത്ര നല്ല രീതിയിലല്ല പോയിരുന്നത്. അപ്പൊ അച്ഛനാണ് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് ആഷ്ഫോർഡ് പറയുന്നു. അയാൾക്ക് ശരിക്കും വെൻഡലിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അപ്പൊ ചീഫ്, വെൻഡൽ എപ്പോഴെങ്കിലും കുട്ടികളെയും കൊണ്ട് സിറ്റിക്ക് പുറത്തേക്ക് മാറണം എന്ന് സംസാരിച്ചിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എപ്പോഴും പറയായിരുന്നു. അവനൊരു മലമുകളിൽ ഒരു ചെറിയ വീടും വാങ്ങിയിരുന്നു എന്ന് മിയ പറയുന്നു. അപ്പൊ ഇതെല്ലാം കേട്ട് ടെൻഷനായ ആഷ്ഫോർഡ് നമുക്ക് ഈ സംസാരം നിർത്തിയിട്ട് കുട്ടികളെ കണ്ടുപിടിക്കാനുള്ള കാര്യം നോക്കാം എന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ കഴിയാതെ ആംബർ അലർട്ട് പ്രഖ്യാപിക്കാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്നത് അവന്റെ കാർ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻ കൊടുക്കാം, പിന്നെ വീട്ടിലും അന്വേഷിക്കാം എന്ന് ചീഫ് പറയുന്നു. ഈ ആംബർ അലർട്ട് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതായി തോന്നിയാൽ പൊതുജനങ്ങൾക്കടക്കം എല്ലാവർക്കും കൊടുക്കുന്ന അലർട്ടാണ്. അപ്പോൾ വെൻഡൽ കുട്ടികളെ മനഃപൂർവ്വം തട്ടിക്കൊണ്ടുപോയി എന്നാണ് ആഷ്ഫോർഡ് വിശ്വസിക്കുന്നത്. പക്ഷെ തെളിവില്ലാതെ അത് വിശ്വസിക്കാൻ ചീഫിന് പറ്റില്ല. അപ്പൊ കാരഡക്ക് മിയയോട് വെൻഡൽ കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യം പറഞ്ഞ് എനിക്കത് അറിയില്ല എന്ന് മിയ പറയുന്നു. അവിടുന്ന് കാണിക്കുന്നത് അവർ വെൻഡലിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. അവൻ കഴിഞ്ഞ മാസം കുട്ടികൾക്ക് വേണ്ടി പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ കാരഡക്ക് അവൻ ആഗ്രഹിച്ച പോലെ ഒരു വീട് സ്വന്തമാക്കിയിട്ട് അതെല്ലാം ഇട്ടിട്ട് അവൻ രാജ്യം വിട്ടു പോകുമോ എന്ന് ചോദിച്ചപ്പോൾ ഡാഫ്നി ചിലപ്പോൾ, കാരണം ഡിവോഴ്സിന് ശേഷം ആ കുട്ടികളുടെ കസ്റ്റഡി അവന് കിട്ടില്ലെന്ന് തോന്നിയാൽ, അത് മാത്രമല്ല അവൻ അവന്റെ കുട്ടികൾക്ക് ഒരു ഭീഷണിയാണെന്നാണ് ശിശു സംരക്ഷണ വകുപ്പിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് എന്നും അവൾ പറയുന്നു. ഇതെല്ലാം കേട്ട ചീഫ് ഫ്ലൈറ്റിന്റെയും അതേപോലെ തന്നെ ബോർഡർ ക്രോസ് ചെയ്തതിന്റെയും ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യാൻ പറയുന്നു. അവനെങ്ങനെ രാജ്യം വിട്ടു പോയിട്ടുണ്ടോ എന്നറിയാനാണ് കാരഡക്ക് അവന്റെ വീട് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്നു. അപ്പൊ മോർഗനെയും കൂട്ടിക്കോ എന്ന് ചീഫ് പറഞ്ഞപ്പോൾ അത് ഞാൻ മറക്കും എന്ന് ചോദിച്ച് അവൻ പോകുന്നു. മോർഗൻ ആ സമയം താഴെ മിയയെ ആശ്വസിപ്പിച്ച് യാത്രയാക്കുമായിരുന്നു. അവൾ കാറിൽ കയറി കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്രൈവറോട് അവൾ എന്തെങ്കിലും കഴിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഓക്കെ പറഞ്ഞു പോകുന്നു. അപ്പൊ കാരഡക്ക് അങ്ങോട്ടെത്തി വെൻഡലിന്റെ വീട് വരെ പോകുക എന്ന് പറഞ്ഞ് അവളെയും കൂട്ടി അങ്ങോട്ട് ചെല്ലുന്നു. വെൻഡലിന്റെ വീട് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു മലമുകളിൽ ഒറ്റപ്പെട്ട ഒരു വീടായിരുന്നു. അവിടെ സോളാർ പാനലും മഴവെള്ള സംഭരണിയും ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ വെൻഡൽ ശരിക്കും ഒരു പ്രകൃതി സ്നേഹിയായിരുന്നു. അവർ വീടിന്റെ അകത്തേക്ക് ചെല്ലുന്നു. അവിടെ ആരുമില്ല. മോർഗൻ അവിടെ ഇരുന്ന് ഒരു ബുക്ക് എടുത്ത് നോക്കുന്നുണ്ട്. സർവൈവിംഗ് 101 എന്നാണ് ബുക്കിന്റെ പേര്. ഏത് സമയത്തും എവിടെയെങ്കിലും പെട്ടുപോയാൽ എങ്ങനെ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ആ ബുക്ക്. വെൻഡൽ അവന്റെ കുട്ടികൾക്ക് സമ്മാനിച്ചതാണത്. വീടിന്റെ അടുക്കളയിൽ പൈപ്പ് ഓൺ ആയിരുന്നു. കാരഡക്ക് അത് ഓഫ് ചെയ്യുന്നു. മേശപ്പുറത്ത് ഫുഡ് കഴിച്ചതിന്റെ ബാക്കി ഇരിക്കുന്നുണ്ട്, അത് ക്ലീൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് വെൻഡൽ ധൃതിയിലായിരുന്നു എന്ന് തോന്നുന്നു എന്ന് കാരഡക്ക് പറയുന്നു. അപ്പോഴാണ് മോർഗൻ പുറത്തുള്ള ഒരു ഗ്രീൻ ഹൗസ് കാണുന്നത്. ഗ്രീൻ ഹൗസ് എന്താണെന്ന് ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞത് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ അല്ലേ? അവർ അതിന്റെ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരുപാട് തരത്തിലുള്ള പച്ചക്കറികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരാണ് മലബാർ സ്പിനിച്ച്, നമ്മുടെ സ്വന്തം ചീര. മോർഗൻ ഓരോ പച്ചക്കറികളുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അസ്വസ്ഥനായ കാരഡക്ക്, നിർത്ത് മോർഗൻ, സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് മോർഗൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടെ
ക്യുക്കമ്പറും തക്കാളിയും അടുത്തടുത്ത് നട്ടിരിക്കുന്നു. ഇത് രണ്ട് സാധാരണ അടുത്തടുത്ത് നടാറില്ല. ഇതിന് രണ്ടിനും ഒരേ അളവിലല്ല വെള്ളമൊക്കെ ഒഴിക്കേണ്ടത്. അപ്പോൾ പ്രകൃതിയെക്കുറിച്ചും കൃഷിയെക്കുറിച്ചും ഒക്കെ അറിയാവുന്ന വെൻഡൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല എന്ന് മോർഗൻ പറയുന്നു. എന്നിട്ട് അവൾ അതിൽ നിന്നും ഒരു ചെടി പറിച്ചെടുത്തപ്പോൾ അത് വെറുതെ ഊരിപ്പോരുന്നു. അതായത് അതിന്റെ വേര് പിടിച്ചിട്ടില്ല. അതിനർത്ഥം വെൻഡൽ ഈ ചെടികളെല്ലാം അവിടെ അങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് വളരെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പൊ കാരഡക്ക് പറയുന്നു, നീയല്ലേ ഇപ്പൊ പറഞ്ഞത് വെൻഡൽ ഈ രണ്ട് ചെടികളും ഒരുമിച്ച് നടില്ല എന്ന്. അപ്പൊ മോർഗൻ, ശരിയാണ്, അവൻ അങ്ങനെ നടാൻ സാധ്യതയില്ല, പക്ഷേ അവൻ ഇവിടെ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടെങ്കിലോ എന്ന് ചോദിച്ചപ്പോൾ കാരഡക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ ആരെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ മോർഗൻ പെട്ടെന്ന് ടെൻഷനായി ആ ചെടിയെല്ലാം പിഴുതു മാറ്റുന്നു. അപ്പോഴേക്കും കാരഡക്ക് കൊലശ്ശേരി പോലുള്ള എന്തോ എടുത്തുകൊണ്ട് വന്ന് മണ്ണ് തോണ്ടാൻ തുടങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് മെറ്റലിൽ കൊണ്ട പോലെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. കാരഡക്ക് പതുക്കെ അവിടുത്തെ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ മോതിരിട്ട് ഒരു വിരൽ കാണുന്നു. മോർഗൻ പെട്ടെന്ന് തലഭാഗത്ത് മണ്ണ് മാറ്റിയപ്പോൾ കണ്ടത് അത് വെൻഡലായിരുന്നു. അവൻ എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല. അവനെ ആരോ കൊലപ്പെടുത്തി അവിടെ കുഴിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ എപ്പിസോഡിൽ തെളിയിക്കാൻ പോകുന്നത് വെൻഡലിന്റെ കൊലപാതകമാണ്. ഒപ്പം ആരാണ് അവന്റെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതെന്നും. അങ്ങനെ അടുത്ത സീനിൽ പോലീസുകാർ അങ്ങോട്ട് എത്തുന്നു. മരണകാരണം തലയ്ക്ക് പുറകിലേറ്റ ശക്തമായ അടിയായിരിക്കുമെന്ന് കാരഡക്ക് ചീഫിനോട് പറയുന്നു. അപ്പൊ മേശപ്പുറത്തിരുന്ന ഒരു ഷവൽ ചൂണ്ടിക്കാണിച്ച് അതാണോ മർഡർ വെപ്പൺ എന്ന് ചീഫ് ചോദിച്ചപ്പോൾ അതെ എന്ന് കാരഡക്ക് പറയുന്നു. പിന്നെ ഇപ്പോഴത്തെ മെഡിക്കൽ എക്സാമിനേഷൻ പ്രകാരം 12 മണിക്കൂർ ആയിട്ടുണ്ടാവുകയുള്ളൂ ഈ കൊലപാതകം നടന്നിട്ട്. അവിടെ വേറെ എങ്ങും മണ്ണിളകി കിടക്കുന്നത് കാണാനില്ല. അതുകൊണ്ട് കൊലയാളി ഒരുപക്ഷെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ സമയം കൊണ്ട് രാജ്യം വിട്ടുപോകാനുള്ള സാധ്യത കുറവാണെന്നും കാരഡക്ക് പറയുന്നു. അപ്പോൾ ചീഫ് എന്തായാലും എത്രയും പെട്ടെന്ന് ഓട്ടോപ്സി ചെയ്ത് മരണകാരണവും സമയവും ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ പറയുന്നു. ഈ മരണത്തിന് 2 സാധ്യതകളാണ് അവർ പറയുന്നത്. ഒന്നില്ലെങ്കിൽ വെൻഡലിനെ കൊല്ലുന്നത് ആ കുട്ടികൾ കണ്ടിരിക്കും, അതുകൊണ്ട് ആ കൊലയാളി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി. അല്ലെങ്കിൽ അയാൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നായിരിക്കും, പക്ഷെ അപ്പോൾ വെൻഡൽ അത് തടയാൻ നോക്കി, അങ്ങനെ ഈ കൊലപാതകം നടന്നായിരിക്കും. അപ്പോൾ ഓസ് അങ്ങോട്ട് വരുന്നു. അവൻ വെൻഡൽ ഈ പച്ചക്കറികൾ വിൽക്കുന്ന കടയിൽ അന്വേഷിച്ചിട്ട് വന്നാണ്. അപ്പോൾ ഇന്നലെ വെൻഡൽ ഒരു സ്ത്രീയുമായിട്ട് തർക്കിക്കുന്നത് കടമുതലാളി കണ്ടു എന്ന് പറയുന്നു. ആളെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അടയാളം മാത്രമേ ഉള്ളൂ. ഏകദേശം 30 വയസ്സുണ്ടായിരിക്കും, നീളമുള്ള ചുവന്ന തലമുടിയാണ്, പിന്നെ കണ്ണടയുണ്ട്. അപ്പൊ ചീഫ് അവന് പുതിയ ഗേൾ ഫ്രണ്ട് കിട്ടിയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല, പക്ഷെ അവന്റെ വിരലിൽ ഇപ്പോഴും വെഡിങ് റിംഗ് ഉണ്ടെന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ ഡാഫ്നി അങ്ങോട്ട് ഒരു ഫോട്ടോയുമായി വന്നിട്ട് ഇത് നോക്ക്, മോർഗൻ വെൻഡലിന്റെ ഒരു ഡയറിയിൽ ഒളിപ്പിച്ചു വെച്ച പോലെ കണ്ടുപിടിച്ചാണ് എന്ന് പറഞ്ഞ് അവർക്ക് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ഫോട്ടോയിൽ ഒരു അപ്പൂപ്പനും ഒരു സ്ത്രീയും ഒരു കടലിന്റെ സൈഡിലാണെന്ന് തോന്നുന്നു. കസേരയിൽ ഇരിക്കുന്ന ഫോട്ടോയാണ്. ചിലപ്പോൾ ഏതെങ്കിലും ബീച്ച് റിസോർട്ട് ആയിരിക്കാം. അപ്പൊ അത് ആരാണെന്ന് അന്വേഷിക്കാൻ ചീഫ് പറഞ്ഞപ്പോൾ ഡാഫ്നിയും ഓസും പോകുന്നു. അപ്പൊ കാരഡക്ക് ഓസ് ആദ്യം അടയാളം പറഞ്ഞ് അങ്ങനെ ഒരു സ്ത്രീയെ പറ്റി മിയയ്ക്കോ അവളുടെ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും അറിയാമോ എന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ചീഫ് ഉടനെ അവനോട് നീ അരമണിക്കൂർ മുമ്പ് ആംബർ അലർട്ട് കൊടുത്തല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ന് കാരഡക്ക് മറുപടി പറയുന്നു. പക്ഷേ എന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് നിനക്കറിയില്ല എന്ന് ചീഫ് ചോദിച്ചപ്പോൾ ഓരോ സെക്കൻഡും വിലപ്പെട്ടാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അവൻ പറയുന്നു. കാരഡക്ക് സാധാരണ പ്രോട്ടോകോൾ തെറ്റിച്ചൊന്നും ചെയ്യാറില്ലാത്തതാണ്. ഇത് മോർഗന്റെ നിർബന്ധം മൂലം അവൻ ചെയ്തതാണെന്ന് ചീഫിന് മനസ്സിലായി. കാരഡക്ക് നേരെ മോർഗന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ ആ സർവൈവൽ ബുക്ക് വായിച്ചിട്ടിരിക്കുകയായിരുന്നു. മുഖത്ത് നിരാശയുണ്ട്. കാരഡക്കിനെ കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടയറിന്റെ പാടുകൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കണ്ടു. അതിന്റെ പാറ്റേൺ വെച്ച് വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ മോർഗൻ ആ കുട്ടികളെ ഫാമിലിയിലുള്ള ആരെങ്കിലും അല്ലാതെ ഒരു അപരിചിതനാണ് തട്ടിക്കൊണ്ടുപോയതെങ്കിൽ അവരെ ജീവനോടെ രക്ഷപ്പെടുത്താനുള്ള സാധ്യത 42% കുറവാണെന്ന് പറയുന്നു. അവിടെ നിന്ന് കാണിക്കുന്നത് ആഷ്ഫോർഡിന്റെ ബംഗ്ലാവാണ്. കാരഡക്കും മോർഗനും അങ്ങോട്ട് എത്തുന്നു. മുറ്റത്തൊരു മേക്ക് ബാക്ക് കിടക്കുന്നുണ്ട്. ആഷ്ഫോർഡ് ഒരു പണക്കാരനാണ്. ലക്ഷറി ഹോട്ടൽ ബിസിനസ് ആണ് അയാൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയവൻ പൈസ ചോദിച്ച് വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് കാരഡക്ക് പറയുന്നു. അപ്പൊ മോർഗൻ പറയുന്നത് ആഷ്ഫോർഡിന് വെൻഡലിന് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് അയാളെയും ഒരു സസ്പെക്ട് ആയിട്ട് കാണാം എന്നാണ്. എന്നിട്ട് അവൾ കാറിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് പോകുന്ന വഴിക്ക് ആ മേബാക്കിൽ ഡ്രൈവർ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനോട് വീടിന് ബാൽക്കണികൾ കുറെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അവൻ ചിരിക്കുന്നു. മിയ വെൻഡലിന്റെ മരണവാർത്ത അറിഞ്ഞ് ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ വെൻഡൽ മരിച്ച ദിവസം ഒരു സ്ത്രീയുമായിട്ട് തർക്കിച്ച കാര്യം ഓസു എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ലെന്ന് മിയ പറയുന്നു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വേലക്കാരി അപ്പുറത്തേക്ക് പോകുന്നത് കണ്ട് ഞാനൊന്ന് വാഷ്റൂം ഉപയോഗിച്ചോട്ടെ എന്ന് ചോദിച്ച് മോർഗൻ അങ്ങോട്ട് ചെല്ലുന്നു. ആ വേലക്കാരി അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബാർ കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു. അതിനടുത്തുണ്ടായിരുന്ന ഷെൽഫിൽ നിറയെ പുരാവസ്തുക്കൾ പോലുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ട് മോർഗൻ ആഷ്ഫോർഡിന് വിലപിടിപ്പുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് ഇഷ്ടമാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ എന്ന വേലക്കാരി പറയുന്നു. എന്നിട്ട് വെൻഡലിനെ കുറിച്ച് അവളോട് അന്വേഷിച്ചപ്പോൾ അവൾക്ക് നല്ല അഭിപ്രായമാണ് അവനെക്കുറിച്ച്. അപ്പോൾ മോർഗൻ അവൻ കുട്ടികളെ എങ്ങനെയാണ് നോക്കിയിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ നല്ല രീതിയിൽ തന്നെയായിരുന്നു. ഒരു ദിവസം മകൾ പേജ് അവളുടെ ഹോംവർക്ക് ഇവിടെ അവളുടെ റൂമിൽ മറന്നു വെച്ച് പോയിരുന്നു. അതെടുക്കാൻ വെൻഡൽ വന്നിരുന്നു. ഞാനതെടുക്കാൻ കുട്ടിയുടെ മുറിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ അവൻ ആഷ്ഫോർഡിന്റെ ഓഫീസ് റൂമിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു എന്ന് വേലക്കാരി പറയുന്നു. അവൻ അവിടെ എന്തെടുക്കുമായിരുന്നു എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് വേലക്കാരി പറയുന്നു. അപ്പൊ കാരഡക്ക് വന്ന് മോർഗനെ വിളിക്കുന്നു. അവൾ വേലക്കാരിയോട് ബൈ പറഞ്ഞു പോകുന്നു. അവിടുന്ന് കാണിക്കുന്നത് LAPD ഓഫീസാണ്. മോർഗൻ ശിശു സംരക്ഷണ വകുപ്പ് വെൻഡലിനെതിരെ എഴുതി റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കാരഡക്ക് അങ്ങോട്ട് വന്നപ്പോൾ നീ ഈ റിപ്പോർട്ട് കണ്ടോ, ഇതെല്ലാം തെറ്റാണ്. ഇതിൽ പറയുന്നത് വെൻഡൽ കുട്ടികൾക്ക് നല്ല ഭക്ഷണങ്ങളൊന്നും കൊടുക്കുന്നില്ല, ജങ്ക് ഫുഡ് ഒക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് എന്നാണ്. അതുപോലെ അവർക്ക് ശരിക്കും പഠിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലെന്ന്. പക്ഷേ വെൻഡലിന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടതാണല്ലോ, അവൻ സ്വന്തമായിട്ട് പച്ചക്കറിത്തോട്ടം നടത്തുന്ന ആളാണ്. പിന്നെന്തിന് കുട്ടികൾക്ക് മാത്രമായിട്ട് ജങ്ക് ഫുഡ് മേടിച്ചു കൊടുക്കണം? അതുപോലെ കുട്ടികൾക്ക് എല്ലാ
തരത്തിലുള്ള ബുക്കുകളും പുസ്തകങ്ങളും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ മക്കൾക്ക് ഐപാഡ് മേടിച്ചു കൊടുത്തില്ല എന്ന് വെച്ച് എങ്ങനെയാണ് ഒരാൾ ഒരു മോശം പിതാവാകുന്നത്? ഈ റിപ്പോർട്ടിലുള്ള വിവരങ്ങളെല്ലാം ശുദ്ധ അസംബന്ധമാണെന്ന് മോർഗൻ പറയുന്നു. ആ കുട്ടികൾക്ക് എന്തായാലും വെൻഡലിന് ഇഷ്ടമായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല, ആഷ്ഫോർഡിന്റെ വേലക്കാർക്ക് ഇഷ്ടമായിരുന്നു. എന്തിന്? അറിഞ്ഞിടത്തോളം എനിക്ക് ഒരു അവന് ഇഷ്ടമായി. പക്ഷെ അവന് ഇഷ്ടമല്ല എന്ന് എനിക്ക് തോന്നുന്നത് ഈ റിപ്പോർട്ട് എഴുതിയ ആൾക്കാണെന്ന് തോന്നുന്നു എന്ന് മോർഗൻ പറഞ്ഞപ്പോൾ അവളുടെ പേര് സാറ കെല്ലർ എന്നാണെന്ന് പറഞ്ഞ് കാരഡക്ക് അവളുടെ ഫോട്ടോ മോർഗന് കാണിച്ചു കൊടുക്കുന്നു. കണ്ണട വെച്ച 30 വയസ്സ് തോന്നിക്കുന്ന ഒരു സ്ത്രീ. അങ്ങനെ കാരഡക്കും മോർഗനും അവളെ കാണാൻ ചെല്ലുന്നു. അവളോട് വെൻഡലിന് സംഭവിച്ചത് അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അവൾ വാർത്തയിൽ നിന്ന് അറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നീ അവനെതിരെ ഒരു റിപ്പോർട്ട് എഴുതിയിരുന്നല്ലോ, അതും ഭയങ്കര സീരിയസ് റിപ്പോർട്ട് എന്ന് കാരഡയ്ക്ക് ചോദിക്കുന്നു. അപ്പോൾ അതെന്റെ ജോലിയാണെന്ന് സാറ പറയുന്നു. അപ്പോൾ മോർഗൻ പെട്ടെന്ന് അവിടെ മേശപ്പുറത്ത് കിടന്നിരുന്ന ബാങ്ക് നോട്ടീസ് കണ്ട് പണ്ട് എനിക്ക് ഇതുപോലെ എപ്പോഴും വരുമായിരുന്നു, അതുപോലെ തന്നെ നീയും എന്നെ പോലെ ഈ വില കുറഞ്ഞ ഡിഷ് സോപ്പ് ആണല്ലോ ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം അർത്ഥം നീയും എന്നെ പോലെ തന്നെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിലാണ്. എങ്കിലും നിനക്ക് കവായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രിപ്പ് പോകാൻ പറ്റിയല്ലേ എന്ന് ചോദിക്കുന്നു. ഈ കവായി ഒരു ടൂറിസ്റ്റ് ദ്വീപാണ്, അപ്പൊ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് സാറ് തിരിച്ചു ചോദിച്ചപ്പോൾ മോർഗൻ അവിടെ തൂക്കിയിട്ടിരുന്ന ഒരു മാല ചൂണ്ടിക്കാണിച്ചിട്ട് അതിലെ ആ പച്ച കളറിലുള്ള കായ ആ ദ്വീപിൽ കിട്ടുന്നതാണ്. ഇപ്പോഴും അത് ഫ്രഷ് ആണല്ലോ. എനിക്കും അവിടെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൈസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യം, നിനക്കതിന് താല്പര്യം ഉണ്ടെങ്കിൽ ഉത്തരം പറയാം, അല്ലെങ്കിൽ ലോയറെ വിളിക്കാം. നിന്റെ കാലിൽ കിടക്കുന്ന ലക്ഷറി 5 സ്റ്റാർ റിസോർട്ടുകളിൽ കിട്ടുന്ന ആ സോഫ്റ്റ് ചെരുപ്പ് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അതിലുള്ള ആ എന്തായിരിക്കും എന്ന് ചോദിച്ചിട്ട് നീ എന്തിനാണ് അത്രയും നല്ലൊരു മനുഷ്യനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളെ റിപ്പോർട്ടിൽ എഴുതിയത്? നിനക്ക് ആ പണക്കാരൻ കിളവൻ അയാളുടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ താമസിക്കാൻ ഒരു ചാൻസ് തന്നായിരുന്നു. അതിന് പകരം അയാളുടെ മരുമോൻ ഒരു വട്ടനാണെന്ന് വരുത്തി തീർക്കാൻ നീ ശ്രമിച്ചതാണോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സാറ് പെട്ടെന്ന് ഞാൻ ലോയറെ വിളിക്കണമെന്ന് ചോദിച്ചപ്പോൾ വിളിച്ചോളാൻ മോർഗൻ പറയുന്നു. അപ്പൊ കാരഡക്ക് നീയും വെൻഡലും തമ്മിൽ ഇന്നലെ ഒരു തർക്കം ഉണ്ടായെന്ന് ഞങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ സാറയ്ക്ക് വേറെ വഴിയില്ലെന്ന് മനസ്സിലായി. അവര് പൂട്ടി. അങ്ങനെ സാറ് സത്യങ്ങളെല്ലാം പറയുന്നു. ആഷ്ഫോർഡ് ഒരു പണക്കാരൻ മാത്രമല്ല, അയാൾക്ക് ഒരുപാട് പിടിപാടുണ്ട്. അയാൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ സാറയുടെ പണി അയാൾ കളയും. അപ്പൊ കാരഡക്ക് പെട്ടെന്ന് വെൻഡൽ നിനക്കെതിരെ പരാതിപ്പെട്ടാലും നിന്റെ ജോലി പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ സാറ് പെട്ടെന്ന് അപ്പൊ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാനാണ് അയാളെ കൊന്നതെന്നാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമെന്ന് കാരഡക്ക് ചോദിക്കുന്നു. അപ്പൊ സാറ വെൻഡൽ എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു, അങ്ങനെയാണ് ഞാൻ ഇന്നലെ അവനെ കാണാൻ ചെന്നത്. അവൻ പറയുന്നത് ആഷ്ഫോർഡിനെതിരെ അവൻ പബ്ലിക്കായിട്ട് സംസാരിക്കുന്നതാണ്. ആഷ്ഫോർഡ് അയാളുടെ ഹോട്ടലുകൾ പണിയാൻ വേണ്ടി ഒരുപാട് പേർക്ക് കൈക്കൂലി കൊടുത്തതിന്റെ തെളിവ് അവന്റെ കയ്യിലുണ്ട്. പ്രകൃതിയെ ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെ ഹോട്ടലുകൾ നിർമ്മിക്കുന്നത് തടയുമെന്നാണ് വെൻഡൽ പറഞ്ഞത്. എന്നിട്ട് നീ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ സാർ അത് ആഷ്ഫോർഡിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ മോർഗൻ കലിപ്പിൽ അവളോട് ഇതറിഞ്ഞ് ആഷ്ഫോർഡ് പിന്നെ വേറെ എന്ത് ചെയ്യുന്നതാണ് നീ വിചാരിച്ചതെന്ന് ചോദിക്കുന്നു. അങ്ങനെ അവർ ആഷ്ഫോർഡിനെ അറസ്റ്റ് ചെയ്യുന്നു. അയാളുടെ ഭാര്യ പറയുന്നത് ആഷ്ഫോർഡ് ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതിന് ഡ്രൈവർ സാക്ഷിയാണെന്ന് പറഞ്ഞിട്ട് അവനോട് പറയാൻ പറയുന്നു. അവന്റെ പേര് കോർട്ടിസ്. അപ്പൊ അവനും അത് സത്യമാണെന്ന് പറയുന്നു. അപ്പൊ കാരഡക്ക് അവനോട് നിങ്ങൾ പോയപ്പോൾ എടുത്ത ടോൾ ടിക്കറ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ ഫാസ്റ്റ് പാസ് ആണെന്ന് പറയുന്നു, അതായത് നമ്മുടെ ഫാസ്റ്റ് ടാഗ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇന്നലെ പോയ കാറിന്റെ ഡീറ്റെയിൽസ് പറ, ഞാൻ ക്യാമറ ചെക്ക് ചെയ്യട്ടെ എന്ന് കാരഡക്ക് പറഞ്ഞപ്പോൾ കോർട്ടിസിന്റെ മുഖം പതുക്കെ മാറുന്നു. അപ്പോ മര്യാദയ്ക്ക് സത്യം പറയുന്നതല്ലേ നല്ലതെന്ന് കാരഡക്ക് പറഞ്ഞപ്പോൾ കോർട്ടിസ് സത്യം പറയുന്നു. ആഷ്ഫോർഡ് ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് അവൻ അറിയില്ലായിരുന്നു. അവൻ ആഷ്ഫോർഡിനെ എങ്ങും കൊണ്ടുപോയിട്ടില്ല. ഇതേസമയം മോർഗൻ അകത്ത് പരിശോധിക്കുകയായിരുന്നു. ആദ്യം ആ വിലപിടിച്ച സാധനങ്ങൾ വാങ്ങി വെച്ച ഷെൽഫ് ഉണ്ടായിരുന്നില്ലേ, അതിന് മുമ്പിൽ എന്തോ സ്ക്രാച്ച് ആയ പോലത്തെ പാടുകൾ അവൾ കാണുന്നുണ്ട്. അതിനുശേഷം അവൾ ആഷ്ഫോർഡിന്റെ ഓഫീസ് മുറിയിൽ ചെന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സ്കാനർ അവളുടെ കൈ വെച്ചിട്ട് ഒരു പ്രിന്റ് എടുക്കുന്നു. അപ്പോഴേക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന് ചോദിച്ച് കാരഡക്ക് വരുന്നു. അപ്പൊ മോർഗൻ എടുത്ത ആ പ്രിന്റ് കാണിച്ചിട്ട് ഒരു ദിവസം വെൻഡൽ ഈ ഓഫീസ് മുറിയിൽ നിന്നും ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് വേലക്കാരി പറഞ്ഞിരുന്നു. നീ ഈ പ്രിന്റിന്റെ മുകളിൽ നോക്കിക്കേ, ഒരു പിങ്ക് പാട് വന്നിരിക്കുന്നത് കണ്ടോ എന്ന് ചോദിക്കുന്നു. അത് കണ്ടപ്പോഴാണ് കാരഡക്കിന് ഓർമ്മ വരുന്നത് അന്ന് വെൻഡലിന്റെ വീട്ടിൽ നിന്നും മോർഗന് കിട്ടിയതാണെന്ന് പറഞ്ഞ് ഡാഫ്നി ഒരു ഫോട്ടോ എടുത്തു കൊടുത്തില്ലേ, ഒരു കിളവനും ഒരു സ്ത്രീയും ഒരു ബീച്ച് റിസോർട്ടിൽ ഇരിക്കുന്നത്. ആ ഫോട്ടോ പ്രിന്റിന് മുകളിലും ഇതേപോലെ ഒരു പിങ്ക് പാടുണ്ടായിരുന്നു. അതിനർത്ഥം ആ ഫോട്ടോ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഈ പ്രിന്ററിൽ നിന്നുമാണ്. അങ്ങനെ അടുത്ത സീനിൽ ആഷ്ഫോർഡിനെ ചോദ്യം ചെയ്യുകയാണ്. അയാളുടെ ലോയറും ഒപ്പമുണ്ട്. ആ ഫോട്ടോയിൽ കാണുന്ന ആൾ ഒരു ജഡ്ജിയാണ്. ആഷ്ഫോർഡ് അയാൾക്ക് ആഷ്ഫോർഡിന്റെ ബാലിയിലുള്ള റിസോർട്ടിൽ ആഘോഷിക്കാനായിട്ട് സൗകര്യം ഒരുക്കി. അതിന് കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ജഡ്ജി ആഷ്ഫോർഡിന് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയിൽ ഹോട്ടൽ പണിയാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു. പിന്നെ സാറ വെൻഡൽ തെളിവുകളെല്ലാം പുറത്തുവിടും എന്ന കാര്യം ആഷ്ഫോർഡിനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ. അതിനുശേഷം ആഷ്ഫോർഡ് ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഉടനെ സംസാരിക്കണം, അർജന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ മെസ്സേജ് കൊടുത്ത ആളാണ് കൊലപാതകിയെങ്കിൽ ആ കൊലപാതകം ആ കുട്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ വിറ്റ്നസ് ആണ്. അപ്പോൾ കുട്ടികൾ ജീവിച്ചിരിക്കുന്നത് അയാൾക്ക് റിസ്ക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എത്ര നേരം അയാളെ കുട്ടികളെ ജീവനോടെ വെച്ചുകൊണ്ടിരിക്കും എന്ന് കാരഡക്ക് ചോദിക്കുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ കണ്ടുപിടിക്കാൻ എന്നെ സഹായിക്കാൻ അവൻ ആഷ്ഫോർഡിനോട് പറയുന്നു. അത് കേട്ട് അയാൾ വല്ലാതെ ആവുന്നുണ്ട്. അടുത്ത സീനിൽ ഒരു മൊട്ട അയാളുടെ വാനിന്റെ അടുത്തേക്ക് പോകുന്നത് കാണിക്കുന്നു. പെട്ടെന്ന് പോലീസുകാർ അയാളെ വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് അയാളുടെ വാൻ പരിശോധിച്ചപ്പോൾ അതിന്റെ അകത്ത് ആരുമില്ല. ആഷ്ഫോർഡ് വെൻഡലിനെ കൊല്ലാൻ അയാളെയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. അയാൾ വെൻഡലിനെ കൊല്ലാൻ വേണ്ടി വെൻഡലിന്റെ വീട്ടിൽ ചെന്നിരുന്നു. പക്ഷെ അവിടെ അയാൾ കണ്ടത് വെൻഡൽ മിയയുമായിട്ട് തർക്കിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് അയാൾ തിരിച്ചുപോയി. അപ്പോൾ ചീഫ് വെൻഡൽ മരിച്ച ദിവസം മിയ അവനെ കണ്ടു എന്ന് അവൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കാരഡക്ക് വെൻഡലിന്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തുവിട്ടാൽ അവളുടെ അച്ഛൻ അത് ബാധിക്കും എന്നറിഞ്ഞാൽ മിയയ്ക്ക് മോട്ടീവ് ഇല്ല എന്ന് പറയുന്നു. അത് കേട്ട് മോർഗൻ വല്ലാതെ ദേഷ്യത്തിലാവുന്നു. കാരണം മിയ
മിയ അങ്ങനെ ചെയ്യുമെന്ന് അവൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പൊ കാരഡക്ക് വെൻഡലിന്റെ വീട്ടിൽ നിന്നും കിട്ടിയ ടയറിന്റെ പാടുകൾ മിയയുടെ കാറിന്റെ ടയറുമായിട്ട് മാച്ച് ആണെന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ ഡാഫ്നെ അങ്ങോട്ട് വന്നിട്ട് മിയ ഇന്ന് ബാങ്ക് അടയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് $10,000 വിത്ഡ്രോ ചെയ്തു. അവളെ അന്വേഷിച്ചപ്പോൾ അവൾ വീട്ടിലില്ല, എവിടെയാണെന്ന് വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ മോർഗൻ മിയയുടെ നമ്പർ നേരത്തെ മേടിച്ചിരുന്നു. അവളും മിയയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല. എന്തായാലും ചീഫ് ഇന്നത്തെ ഡ്യൂട്ടി മതിയാക്കി എല്ലാവരോടും വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്. പക്ഷെ മൊബൈൽ ഫോൺ ഓൺ ആയിരിക്കണം, എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിൽ വരണം. അതേപോലെ മിയയെ സസ്പെക്ട് ലിസ്റ്റിൽ പെടുത്താനും പറയുന്നു. മോർഗൻ ശരിക്കും ദേഷ്യത്തിലും സങ്കടത്തിലാവുന്നുണ്ട്. മിയ അവളുടെ കുട്ടികളെ കാണാതെ വല്ലാതെ സങ്കടത്തിലാണെന്ന് അവൾക്കറിയാം. കാരണം മോർഗനും 3 പിള്ളേരുടെ അമ്മയാണല്ലോ. അങ്ങനെ അവൾ വീട്ടിലെത്തുന്നു. പിള്ളേർക്ക് എല്ലാവർക്കും ഓരോ ഉമ്മ കൊടുക്കുന്നുണ്ട്. ഏവയെ കെട്ടിപ്പിടിക്കുന്നു. മോർഗൻ വല്ലാതെ ടെൻഷനിലാണ്. എന്നിട്ട് സോഫയിൽ വന്നിരുന്ന് ടിവിയിലെ ന്യൂസ് നോക്കുമ്പോൾ അത് കാണാതായ ആ കുട്ടികളെ കുറിച്ചുള്ളതാണ്. അതിൽ കുട്ടികളുടെ ഫോട്ടോ കാണിച്ചപ്പോൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആഷ്ഫോർഡിന്റെ വീട്ടിലെ ആ വിലപിടിച്ച പുരാവസ്തുക്കളെല്ലാം വെച്ച ഷെൽഫാണ്. അവിടെ ഒരു സ്പോട്ട് ലൈറ്റിന്റെ അടിയിൽ ഒരു ബുദ്ധ പ്രതിമ അവൾ കാണുന്നു. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വരുന്നത്, ഇന്ന് ആഷ്ഫോർഡിനെ അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ ആ സ്പോട്ട് ലൈറ്റിന്റെ അടിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, അവിടെ സ്ക്രാച്ച് ആയ പോലെ പാട് കണ്ടിരുന്നല്ലോ, അത് ആ ബുദ്ധ പ്രതിമ സ്പോട്ട് ലൈറ്റിൽ നിന്നും സൈഡിലേക്ക് മാറ്റിയതിന്റെയാണ്. അപ്പൊ അതെന്തിനാണെന്ന് അവൾ ചിന്തിച്ചപ്പോൾ ആ ഷെൽഫ് തുറക്കാൻ വേണ്ടിയിട്ടാണ് ആ ബുദ്ധ പ്രതിമ അവിടെ നിന്ന് മാറ്റിയത്. പക്ഷേ ഷെൽഫിനകത്ത് നിന്നും ഒന്നും മിസ്സായതിന്റെ തെളിവില്ല. അതിനർത്ഥം അവിടെ നിന്ന് എന്തോ ഒന്ന് മാറ്റി പകരം വേറെ വെച്ചിട്ടുണ്ട്. ഉടനെ അവൾ നെറ്റിൽ ഈ പുരാവസ്തുക്കളെല്ലാം വിൽക്കുന്ന ഒരു കടയുടെ അഡ്രസ് തപ്പിയെടുത്ത് അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ മിയ അവിടെ ഉണ്ടായിരുന്നു. മോർഗനെ കണ്ട മിയ, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് നീ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിളിൽ കണ്ടത് ഇയാളാണ് ചൈനീസ് പുരാവസ്തുക്കളുടെ കാര്യത്തിൽ എക്സ്പെർട്ട് എന്ന്. നിന്റെ വീട്ടിലെ ഷെൽഫിലുണ്ടായിരുന്ന ഒരു ചൈനീസ് പാത്രം അത് ഫേക്ക് ആണ്, ഒറിജിനൽ പാത്രം നീ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബോക്സിൽ നിന്നും മോർഗൻ ആ ഒറിജിനൽ പാത്രം എടുത്ത് കാണിക്കുന്നു. ആ പാത്രത്തിൽ ഒരു ചിത്രം ഉണ്ടായിരുന്നു, പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് പാത്രത്തിലുള്ള ചിത്രം തെറ്റായിരുന്നു. അങ്ങനെയാണ് മോർഗൻ അത് കണ്ടുപിടിച്ചത്. മീ അത് വിൽക്കാൻ കൊണ്ടുവന്നായിരുന്നു. നിനക്ക് എന്തിനാണ് ഇത്രയധികം പൈസ എന്ന് മോർഗൻ ചോദിച്ചപ്പോൾ മീ ആദ്യം അത് പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് സത്യം പറയുന്നു. ഒരാള് മീയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അയാളുടെ കയ്യിലുണ്ട്, $2 ലക്ഷം തന്നാലേ വിട്ടു തരികയുള്ളൂ, ഇക്കാര്യം പോലീസിനെ അറിയിച്ചാൽ കുട്ടികളെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞു. അപ്പോൾ ആ പൈസ ഒപ്പിക്കാൻ വേണ്ടിയാണ് അവൾ ബാങ്കിൽ നിന്നും പൈസ വിത്ഡ്രോ ചെയ്തതും അത് തികയാത്തത് കൊണ്ട് ഇപ്പോൾ ഈ പാത്രം വിൽക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അവളുടെ വീട്ടുകാരെ അറിയിച്ചാൽ അവർ ഉടനെ തന്നെ പോലീസിനെ അറിയിക്കും. അത് കുട്ടികൾക്ക് ആപത്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൾ ഒറ്റയ്ക്ക് പൈസ ഒപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ മോർഗൻ, നീ എന്തുകൊണ്ടാണ് ഇന്നലെ വെൻഡലിനെ കണ്ടു എന്ന കാര്യം പറയാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ആഷ്ഫോർഡിന് സ്വന്തം മകളെയും കുട്ടികളെ ഇഷ്ടമായിരുന്നു. അതറിയാവുന്ന മിയ അച്ഛനെതിരെയുള്ള തെളിവുകളൊന്നും പുറത്തുവിടരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയത്. പക്ഷെ വെൻഡൽ അത് കേട്ടില്ല. അവർ അത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ആ മൊട്ട വെൻഡലിനെ കൊല്ലാൻ ചെന്നപ്പോൾ കണ്ടത്. പക്ഷെ പിന്നീട് മിയ തിരിച്ചു പോന്നു. ഇതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് മിയയുടെ കാറിന്റെ ടയർ പാടുകൾ അവിടെ വന്നത്. അപ്പൊ മോർഗൻ, എപ്പോഴാണ് അയാൾ പൈസയുമായിട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്ന് രാത്രിയാണ്, ഒരു ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മിയ പറഞ്ഞപ്പോൾ ഞാനും വരാൻ നിന്റെ കൂടെ എന്ന് പറഞ്ഞ് മോർഗൻ അവളുടെ ഒപ്പം ചെല്ലുന്നു. അങ്ങനെ അവർ ആ ലൊക്കേഷനിലേക്ക് ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ കാരഡക്ക് അങ്ങോട്ട് വരുന്നു. അവനെ കണ്ട് മിയ ടെൻഷൻ ആവുന്നു. പക്ഷെ മോർഗൻ അവനെ വിളിച്ചു വരുത്തിയതായിരുന്നു. അപ്പൊ കാരഡക്ക് നമുക്കിത് പോലീസുകാരുടെ രീതിയിൽ തന്നെ ഡീൽ ചെയ്യാം എന്ന് പറയുമ്പോൾ മോർഗൻ അത് സമ്മതിക്കുന്നില്ല. നമുക്കിത് ഇങ്ങനെ തന്നെ ഡീൽ ചെയ്താൽ മതി എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും കിഡ്നാപ്പർ മിയെ വിളിക്കുന്നു. എന്നിട്ട് ഒറ്റയ്ക്കല്ലേ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അതെന്ന് മിയ പറയുന്നു. അപ്പൊ അവൻ വേറെ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തിട്ട് 5 മിനിറ്റിനുള്ളിൽ അങ്ങോട്ട് വരാൻ പറയുന്നു. അപ്പൊ കാരഡക്ക് നമുക്ക് ബാക്കപ്പ് വിളിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരെത്താൻ ലേറ്റ് ആവും, നമുക്കൊട്ട് സമയമില്ല എന്ന് മോർഗൻ പറയുന്നു. അപ്പൊ കാരഡക്ക് പൈസ മോർഗന്റെ കാറിൽ നിന്ന് എടുത്തുകൊണ്ട് അവന്റെ കാറിൽ കൊണ്ടുവച്ചിട്ട് മോർഗന്റെ ഫോൺ മിയയ്ക്ക് കൊടുക്കാൻ പറയുന്നു. എന്നിട്ട് അവൻ അവന്റെ ഫോണിൽ നിന്നും ആ ഫോണിലേക്ക് വിളിച്ച് അത് അറ്റൻഡ് ചെയ്തിട്ട് ഫോണിൽ തന്നെ വെക്കാൻ പറയുന്നു. നിങ്ങൾ സംസാരിക്കുന്ന എനിക്ക് കേൾക്കണം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ ഇടപെട്ടോളാം എന്ന് പറഞ്ഞ് മോർഗനോട് അവളുടെ കാറിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് കാരഡക്ക് മിയയും കൂട്ടി ആ ലൊക്കേഷനിലേക്ക് പോകുന്നു. അതൊരു ആളൊഴിഞ്ഞ വലിയ കെട്ടിടമായിരുന്നു. അകത്തേക്ക് ചെന്ന് അവളെ കിഡ്നാപ്പർ ഫോൺ വിളിച്ചിട്ട് അവൻ പറഞ്ഞ വഴികളിലൂടെ എല്ലാം ചെന്ന് അകത്തൊരു സ്ഥലത്ത് വന്നു നിന്നപ്പോൾ അവൻ മുകളിൽ നിന്നും ഒരു ഹുക്ക് കയറിൽ കെട്ടി താഴേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ പണപ്പെട്ടി അതിൽ കൊളുത്തിടാൻ പറയുന്നു. അപ്പൊ കാരഡക്ക് വേറൊരു ഭാഗത്ത് ഒളിഞ്ഞു നിന്ന് അതെല്ലാം കാണുന്നുണ്ട്. അവൾ ആ കിഡ്നാപ്പർ പറഞ്ഞ പോലെ ചെയ്തിട്ട് കുട്ടികൾ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവന്റെ ഭാഗത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പെട്ടെന്ന് ആ ബാഗ് കൊളുത്തിയിട്ട കയർ മാത്രം താഴെ മിയയുടെ മുന്നിൽ വന്ന് വീഴുന്നു. അത് കണ്ട് ടെൻഷനായ മിയ കുട്ടികളുടെ പേര് വിളിച്ച് ഉറക്കെ അലറുന്നുണ്ട്. പെട്ടെന്ന് ആ ബാഗും പിടിച്ച് മുഖം മൂടിയിട്ട് ഒരാൾ ഓടിപ്പോകുന്നത് കാരഡക്ക് കാണുന്നു. അവൻ ഉടനെ തന്നെ തോക്കെടുത്ത് LAPD ഓടരുത് എന്ന് പറഞ്ഞെങ്കിലും കിഡ്നാപ്പർ അത് കേൾക്കാതെ ഓടുന്നു. അപ്പൊ കാരഡക്ക് അവൻ ഷൂട്ട് ചെയ്യുന്നു. ഒരു വെടി അവന് കൊള്ളുന്നുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അവൻ ആ പണമായി കടന്നു കളയുന്നു. പുറകെ തന്നെ മോർഗനും എങ്ങനെയൊക്കെയോ അങ്ങോട്ട് എത്തുന്നു. അപ്പൊ കരഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഓടുന്ന മിയയോട് കാരഡക്ക്, പേടിക്കണ്ട, ആ ബാഗിൽ ഞാൻ ഒരു കാർ ട്രാക്കർ വെച്ചിട്ടുണ്ട്, നമുക്ക് അവനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞ് അവർ ആ കിഡ്നാപ്പറുടെ കാറിനെ ഫോളോ ചെയ്യുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ കിഡ്നാപ്പറുടെ കാർ റോഡ് സൈഡിൽ കത്തിയ നില അവർ കാണുന്നു. അതുകൊണ്ട് മിയ അലറി കരയുന്നുണ്ട്. കുട്ടികൾ അതിന്റെ അകത്ത് ഉണ്ടെന്നാണ് അവളുടെ സംശയം. അപ്പൊ കാരഡക്ക് ഒരു കമ്പി എടുത്തുകൊണ്ട് വന്ന് ആ കാറിന്റെ ട്രങ്ക് തുറന്നു നോക്കിയപ്പോൾ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ആശ്വാസത്തിലാവുന്നുണ്ട്. പിന്നീട് പോലീസുകാർ എല്ലാവരും അങ്ങോട്ട് എത്തുന്നു. കാറിൽ തീ അണച്ചു. ചീഫും വന്നിട്ടുണ്ട്. ചീഫ് മോർഗനെ കലിപ്പിൽ നോക്കുന്നത് കണ്ട കാരഡക്ക് സംഭവിച്ചതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ സ്വയം ഏറ്റെടുക്കുന്നുണ്ട്. അപ്പൊ മോർഗൻ കത്തിയ കാറിന്റെ അകത്ത് കയറി പരിശോധിക്കുന്നുണ്ട്. അതിന്റെ റിയർ വ്യൂ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കി അവൾക്ക് മനസ്സിലായി കാർ ഓടിച്ച ആൾക്ക് പൊക്കം കുറവാണെന്ന്. ബാക്കി അതിന്റെ അകത്തൊക്കെ പരിശോധിച്ചെങ്കിലും അവൾക്കൊന്നും തന്നെ കിട്ടുന്നില്ല. അപ്പോൾ അവൾ റേഡിയോ ഓൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ ഈ ബെറ്റ്
വെക്കുന്ന സ്പോർട്സ് കമന്ററി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ട് അവൾക്ക് പെട്ടെന്നൊരു സ്പാർക്ക് ഉണ്ടാവുന്നു. അവൾ നേരെ ചീഫിന്റെയും കാരഡക്കിന്റെ അടുത്തെത്തി കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ആളെ എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ എപ്പിസോഡിലെ വില്ലനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. അത് കേർട്ടിസ് ആയിരുന്നു. മോർഗൻ അത് എങ്ങനെ മനസ്സിലായി എന്ന് വെച്ചാൽ അന്ന് ആഷ്ഫോർഡിന്റെ വീട്ടിൽ ആദ്യമായിട്ട് അവർ ചെന്നപ്പോൾ കേർട്ടിസ് ആ മെയ്ബാക്കിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കണ്ടായിരുന്നല്ലോ. അവന്റെ കയ്യിൽ ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എന്തിനാണ് ആ മരത്തിന്റെ അടിയിൽ കാർ പാർക്ക് ചെയ്തിരുന്നത് എന്ന് സംശയം ഉണ്ടായിരുന്നു. കാരണം പക്ഷികൾ കാഷ്ടിക്കും, അതുപോലെ ഇലകൾ വീഴും, ഇതെല്ലാം അവൻ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ടി വരും. എന്നിട്ടും അവൻ അവിടെ കാർ പാർക്ക് ചെയ്തത് കാറിന്റെ കണ്ണാടിയിൽ കൂടി മിയയുടെ ബെഡ്റൂം വിൻഡോ കാണാൻ വേണ്ടിയായിരുന്നു. കാരണം കേർട്ടിസിന് മിയയെ ഇഷ്ടമായിരുന്നു. അതുപോലെ അവൻ ഗാംബ്ലിംഗ് ചെയ്യാറുണ്ടായിരുന്നു പൈസ വെച്ചിട്ട്. പക്ഷെ അവൻ അതിൽ നിന്ന് ലാഭമൊന്നും കിട്ടിയിരുന്നില്ല. മിയയെ സ്വന്തമാക്കുന്നതിന് എന്തായാലും അവൻ ഒരുപാട് പൈസ വേണ്ടി വരും എന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെയാണ് അവൻ ആ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് പൈസ ഒതുക്കാൻ എന്ന പ്ലാനിലേക്ക് എത്തുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവന് രണ്ട് കാര്യം നേടാൻ പറ്റും. ഒന്ന് പൈസ, രണ്ട് കുട്ടികളെ കാണാത്ത സങ്കടത്തിലിരിക്കുന്ന മിയയെ ആശ്വസിപ്പിച്ച് കൂടെ കൂടി പതുക്കെ അവളുടെ സ്നേഹവും. പോലീസ് ടീം ആഷ്ഫോർഡിന്റെ പുറകെയായിരുന്നല്ലോ. കാരണം അയാൾ വെന്റലിനെ കൊല്ലാൻ ഒരു വാടക കൊലയാളിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ. പക്ഷെ ശരിക്കും കേർട്ടിസ് അതിന്റെ പുറകിൽ രക്ഷപ്പെട്ട് നിൽക്കുകയായിരുന്നു. കേർട്ടിസ് വെന്റൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ ചെന്നു. അതാണ് കാനഡക്കും മോർഗനും പരിശോധനയ്ക്ക് ചെന്നപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ മേശപ്പുറത്ത് കണ്ടത്. അതിനുശേഷം അവർ തമ്മിൽ അടിയുണ്ടായി. അങ്ങനെ ആ ഗ്രീൻ ഹൗസിൽ വെച്ച് കേർട്ടിസ് വെന്റലിനെ കൊന്ന് അവിടെ തന്നെ കുഴിച്ചു മൂടി. പിന്നീട് കുട്ടികളെയും തട്ടിയെടുത്ത് അവിടെ നിന്നും കടന്നു കളഞ്ഞു. ഇതാണ് സംഭവിച്ചത്. അപ്പോ വെന്റലിനെ പോലെ ഒരാള് മിയയെ അർഹിക്കുന്നില്ല എന്നാണ് കേർട്ടിസ് പറയുന്നത്. കുട്ടികളെ തിരിച്ചു കൊടുക്കാൻ തന്നെയായിരുന്നു അവന്റെ പ്ലാൻ. അങ്ങനെ മിയയുടെ മുമ്പിൽ കുട്ടികളെ അവൻ രക്ഷിച്ച മാതിരി ഒരു ഹീറോ ആവാൻ വേണ്ടി. പക്ഷെ അവർ ഇപ്പോൾ എവിടെയെന്ന് കേർട്ടിസിന് അറിയില്ല. അവർ അവന്റെ കയ്യിൽ നിന്നും എങ്ങോട്ട് രക്ഷപ്പെട്ടു പോയി. അപ്പൊ കാനഡക്ക് നീ മിയയെയും കുടുംബത്തെയും ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ നീ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് പറയാൻ പറയുന്നു. അങ്ങനെ കേർട്ടിസ് ആ സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. അത് ഒരുപാട് ഏക്കറുള്ള ഒരു മലനിരകളായിരുന്നു. പിന്നീട് മുഴുവൻ പോലീസ് ടീമും റെസ്ക്യൂ ടീമും ആ കുട്ടികളെ അവിടെ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ മോർഗൻ ഏത് സാഹചര്യത്തിലും രക്ഷപ്പെടാം എന്നുള്ള ഒരു ബുക്ക് വെന്റൽ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തിരുന്നല്ലോ. അത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കാരണം കുട്ടികൾ അത് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് മോർഗൻ ഊഹിച്ചു. അങ്ങനെ അതിലുള്ള ക്ലൂ എല്ലാം വെച്ച് അവർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള അടയാളങ്ങൾ അവർ അവിടെ കാണുന്നു. അത് നോക്കി പോയി അങ്ങനെ അവർ ഒരു സ്ഥലത്ത് വെച്ച് കുട്ടികളെ കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആ രണ്ട് കുട്ടികളെ അവർ കൊണ്ടുവരുന്നു. ഇളയാളെ മോർഗൻ എടുത്തുകൊണ്ടാണ് വരുന്നത്. അവർ കണ്ട് മിയ സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നു. അമ്മയുടെയും മക്കളുടെയും സന്തോഷ സമാഗമം. എല്ലാവരും ഹാപ്പി. മിയ മോർഗന് താങ്ക് യു പറയുന്നുണ്ട്. അവൾ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെ കണ്ടുപിടിച്ചു കൊടുത്തു. പിന്നീട് LAPD ഓഫീസിൽ മോർഗൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയാണ്. അപ്പൊ കാനഡക്ക് അവളെ അടുത്തേക്ക് വിളിക്കുന്നു. കെട്ടിപ്പിടിക്കാൻ പോവുകയാണെന്ന് മോർഗൻ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ ആ ID കാർഡ് എടുത്ത് അവളുടെ കഴുത്തിലിട്ട് കൊടുക്കുന്നു. കുട്ടികളുടെ സെർച്ചിങ്ങിനിടയിൽ അത് അവളുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയിരുന്നു. അത് കാനഡക്കിന് കിട്ടി. അപ്പൊ മോർഗൻ അവനോട് നന്ദിയോടെ അങ്ങനെ അവൾ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും സോഫയിൽ കിടന്ന് ഉറക്കാണ്. മോർഗൻ ശബ്ദമുണ്ടാക്കാതെ അവരുടെ ഇടയിൽ സോഫയിൽ വന്നിരുന്ന് ആശ്വാസത്തോടെ സമാധാനമായി കണ്ണടച്ചുറങ്ങുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ദി എൻഡ്.